ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഒരു ഗതികേട് ഒരേ സമയം തന്നെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്ഡേഷനൊക്കെ യൂട്യൂബിലും വന്ന് ഷെയർ ചെയ്യേണ്ടി വരുന്നതാണ്. അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെ വ്യത്യാസപ്പെടും, അവരുടെ ചാനലിനെ അത് ബാധിക്കും. ഉപ്പുമുളകും ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതം ആഘോഷമാക്കുന്ന ഒരു ഫാമിലിയായിരുന്നു. ആദ്യത്തെ 2 കുട്ടികളിൽ നിന്ന് വളരെ ഏജ് ഡിഫറൻസോട് കൂടി പറഞ്ഞ 2 ചെറിയ ക്യൂട്ടായിട്ടുള്ള ഈ 4 മക്കളായിരുന്നു അവരുടെ ആ ഒരു ചാനലിൻ്റെ കീ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഈ മൂത്ത 2 കുട്ടികളിൽ ആദ്യത്തെ കുട്ടിയുടെ വിവാഹത്തിൻ്റെ എൻഗേജ്മെൻ്റ് അടക്കം ഗംഭീരമായിട്ടുള്ളൊരു ആഘോഷമായിട്ട് തന്നെയാണ് അവർ ഓരോന്നും കണ്ടൻ്റായിട്ട് തന്നെ. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, അസുഖമായാലും സന്തോഷമായാലും മരണമായാലും ഒക്കെ അവർ കണ്ടൻ്റായിട്ട് തന്നെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ മൂത്ത മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അച്ഛനെയും അമ്മേനും ഷോക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട ആ കാമുകൻ്റെ കൂടെ പോകുന്നു. അവർ വിവാഹിതരാകുന്നു. അവരുടെ ജീവിതം കുറച്ച് നാളൊക്കെ അവർ തന്നെ ജീവിച്ചെങ്കിലും ഈ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് മൂത്ത മകൾ പെട്ടെന്ന് തന്നെ വരുന്നു. അവരെ റീജോയിൻ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ആ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നു. ആ പേരക്കുട്ടിയെ ഇവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. അങ്ങനെ ആ ജീവിതം അങ്ങനെ നന്നായി പോവുകയും രണ്ടാമത്തെ മകളുടെ ഊഴമെത്തി. അവൾ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവൾ 10th കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. വിദ്യാഭ്യാസത്തിന് ആ കുട്ടിക്ക് ശാരീരികമായിട്ടുള്ള ചില പരിമിതികൾ കൊണ്ട് അധികം വിദ്യാഭ്യാസം ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ജോലിക്ക് പോയിരുന്നില്ല, ഒരു കൈത്തൊഴിൽ അറിയില്ല, അധികം വിദ്യാഭ്യാസമില്ല. പെട്ടെന്ന് ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ അവളെ വിവാഹം കഴിച്ചയപ്പിക്കാനുള്ള പാരൻസിൻ്റെ ആ ഒരു തീരുമാനം, അതിനനുസരിച്ച് പെണ്ണ് കാണാൻ ആളുകൾ വരുന്നു. അതിൽ ഒരാളുമായിട്ട് അവരുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നു. വീട്ടുകാരെ ഉറപ്പിച്ച ആ പയ്യനുമായിട്ട് തന്നെ ഈ കുട്ടി അതിനു മുമ്പ് തന്നെ ഫോണിലൂടെയൊക്കെയുള്ള അലയൻസ് സ്റ്റാർട്ട് ചെയ്യണു. പിന്നെ ഈ പയ്യനും വീട്ടുകാരും തമ്മിൽ, അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും തമ്മിലുണ്ടായ ചെറിയ നീരസങ്ങൾ തുടങ്ങി അതൊരു മോശം ബന്ധത്തിലേക്ക് എത്തുമ്പോൾ വിവാഹം അടുത്ത ഡേറ്റുകളിൽ നിന്ന് തന്നെ ഈ കുട്ടിക്ക് ആ വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച പയ്യനുമായിട്ട് ഒളിച്ചോടേണ്ട ഒരു ഗതികേട്. അതും പരസ്പരം വീട്ടുകാർ തമ്മിലും അതൊരു നീരസത്തിലേക്ക് കാരണമാവുന്നു. ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ, ഈ പയ്യൻ്റെ വീട്ടുകാരാണ് ഇവരെ എല്ലാ രീതിയിലും വിവാഹത്തിനും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യണത്. ഈ മാതാപിതാക്കൾക്ക് അവിടെ രണ്ടാമതൊരു ഷോക്ക്, അതിൻ്റെയൊക്കെ ഒരു റിക്കവർ, അവർ ആ സ്റ്റേജിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നു. ആ 2 കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു. എങ്കിൽ പോലും ഈ ഒരു മകളെ മാത്രം കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം ആ അമ്മ പലപ്പോഴും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഈ മകൾ എന്തായാലും എന്തൊരു കുട്ടിയാണിത്, ഇങ്ങനെ അച്ഛനും അമ്മേനെയും ധിക്കരിച്ച് പോയിട്ട് എന്താ തിരിച്ചു വരാത്തതെന്ന്. അങ്ങനെയല്ല, ആ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ടിലാണ് അവർ ജീവിക്കുന്നത്. അയാൾക്ക് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടെങ്കിൽ പോലും അവരുടെ വീട്ടുകാരാണ് ഇവരുടെ വിവാഹാനന്തരമുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ പിണക്കണ്ട, പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് അവരെ കൂടി പിണക്കുന്ന രീതിയിലാവണ്ടെന്ന ഒരു തീരുമാനത്തിന് വേണ്ടി സ്ലോ ആയിട്ട് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി തീർച്ചയായിട്ടും തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നുള്ളതിൻ്റെ സൂചന പലപ്പോഴും അവിടെ ഇവിടെയായിട്ട് അവർ നൽകിയിട്ടുണ്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്, ഈയിടെയായിട്ട് അവരുടെ അച്ഛൻ മരിക്കുന്നു. അതിന് ആ കുട്ടി അതായത് ആ മരണാനന്തര ചടങ്ങിൽ ആ കുട്ടി പ്രസൻ്റ് ആവുന്നു. അതുവഴി അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം പുതുക്കുന്നു. എല്ലാ വിഷമങ്ങളും മാറ്റി അവർ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും ആ കുട്ടിയുടെ ഒരു സംസാര രീതി, വെറും 9ാം ക്ലാസ്സുകാരി, പ്രത്യേകിച്ച് വലിയ ഫ്രണ്ട്ഷിപ്പില്ല, കോളേജ് അങ്ങനെയുള്ള യാതൊരു വക ലോകവും കണ്ടിട്ടില്ല. എന്നിട്ട് പോലും ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് വന്ന വാക്കുകൾ, അതായത് ജീവിതം ഇങ്ങനെയൊക്കെയാണ്, ചെറിയൊരു ജീവിതമുള്ളൂ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു മരണം അറിയിച്ചിട്ട് ഞാൻ പോവില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അതിന് ഞാൻ ആരുടെയും സമ്മതം നോക്കി നിന്നില്ല. അതതിൻ്റെ ഭർത്താവും അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾ ആരുടെയും സമ്മതം നോക്കാനോ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മതം കാത്തു നിൽക്കാനോ നിന്നില്ല. മരണമാണ്, അത്യാപത്താണ്, ഞങ്ങൾ അവിടെ പോയി എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തു. അച്ഛനും അമ്മയും അവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ അവഗണിച്ച് പോരാൻ പറ്റില്ല. അവരുമായിട്ട് മിങ്കിൾ ചെയ്തു. സ്വാഭാവികമായിട്ട് അവർ 2 ദിവസം വീട്ടിൽ നിർത്തി. അപ്പോൾ എല്ലാ കാർമ്മികങ്ങളും അങ്ങോട്ട് തീർന്നു. പക്ഷെ തിരിച്ചു വരുന്നത് ആരുടെ വീട്ടിലൊക്കെയാണ്? അയാളുടെ വീട്ടിലൊക്കെയാണ്. അയാളുടെ വീട്ടുകാരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രതിസന്ധി, അതായത് ഒരു മരണം എന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ എല്ലാവരുടെയും സമ്മതം നോക്കാനായിട്ട് ഇവർ നിന്നിട്ടില്ലെങ്കിൽ പോലും തിരിച്ചു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റേതായിട്ടുള്ള ചില അസ്വസ്ഥതകൾ അവർക്ക് അവിടെ നേരിടേണ്ടി വരും. ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നോ, നിങ്ങൾ എന്തിനാണിത് പോയത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞതല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. പക്ഷെ അതിനൊക്കെ ഒരു ഉത്തരം ഇവർക്കുണ്ട്. എന്താണ്?
എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കാലാകാലം പിണക്കി നിർത്താനോ, അല്ലെങ്കിൽ ഞാൻ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എനിക്കൊരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു വിഷമം വരുമ്പോൾ അത് ഭർത്താവിനോട് പറയാം, ഭർത്താവിൻ്റെ അമ്മയോട് പറയാം. പക്ഷെ ഒരു പരിധിയുണ്ട്. കുട്ടിക്ക് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഭർത്താവുമായിട്ട് നീരസങ്ങൾ ഉണ്ടാവാറുണ്ടാവാം, ഭർത്താവിൻ്റെ അമ്മയായിട്ട് നീരസങ്ങൾ ഉണ്ടാവാറുണ്ടാവും. ഈ സന്ദർഭങ്ങളിലൊക്കെ ആ കുട്ടിയെ ആശ്രയിക്കാനും അടുത്ത് ചെല്ലാനും ആഗ്രഹിക്കുക തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അച്ഛൻ അമ്മ എന്നുള്ള ആ ലോകത്ത് തന്നെയാണ്. കാരണം ആ കുട്ടി വേറൊരു ലോകം കണ്ടിട്ടില്ല. വിദ്യാഭ്യാസം പരിമിതമായതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും പുറത്തു പോവാതെ വേറൊരു കാര്യങ്ങളൊന്നും അറിയാതെ ആ കുട്ടി അച്ഛനമ്മ എന്നുള്ള ആ ലോകത്ത് തിരിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടിരുന്നത് ആ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്. അസുഖം വന്നാൽ ശുശ്രൂഷിക്കാനും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാനും വിഷമങ്ങൾ പറയാനും ഒക്കെയുള്ള അവളുടെ ലോകമാണ്. പെട്ടെന്ന് തന്നെ ഒരു പ്രേമം എന്നുള്ളതിൻ്റെ പേരിൽ അവൾ ഇല്ലാണ്ടാക്കിയത്. അത് ഭർത്താവിൻ്റെ വീട്ടിൽ അതൊക്കെ മേക്കപ്പ് ചെയ്ത് ജീവിക്കാം ഒരു ഇമ്മച്ചുറായിട്ടുള്ള ഒരു അപക്വമായിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അയാളുടെ കൂടെ പോകുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവുന്നു ജീവിതം ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രമല്ല തൻ്റെ വീട്ടിലും കൂടി നിൽക്കുമ്പോഴാണ് തനിക്ക് ആശ്വാസം കിട്ടുക. ഒരു പനി വന്നു കഴിഞ്ഞാൽ നെറ്റിയിൽ കൈ ചേർക്കാൻ അമ്മയും അച്ഛനും ചെയ്യുന്ന പോലെയൊന്നും അവിടെ ഉള്ളവർ ചെയ്തു എന്ന് വരില്ല. അപ്പോൾ പല സന്ദർഭങ്ങളിലും തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു വില കുട്ടിക്ക് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി, അച്ചാച്ചൻ്റെ മരണം, തീർച്ചയായിട്ടും അവൾ അച്ഛൻ്റെ അമ്മയുടെയും അച്ചാച്ചനെ കാണാനായിട്ട് ഓടുന്നു. അതുവഴി അച്ഛൻ്റെ അമ്മയുടെ ലോകത്തേക്ക് തന്നെയാണ് ആ കുട്ടി തിരിച്ചു പോകുന്നത്. ഇതൊക്കെ ആ കുട്ടി പറയുന്നതിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ വിദ്യാഭ്യാസമൊക്കെയാണ് കുട്ടികൾക്ക് സംസാരിക്കാനും പക്വതയും ഒക്കെ കിട്ടുന്നതിൻ്റെ ബേസ് അല്ലെങ്കിൽ മാനദണ്ഡം. അതൊന്നും അല്ല കേട്ടോ. 9ാം ക്ലാസ്സുകാരിയായിട്ടുള്ളൊരു കുട്ടി, ലോകം ഒന്നും അറിയാത്തൊരു കുട്ടി, തൻ്റെ ഒരു 5-6 മാസത്തെ ഭർത്തൃ ജീവിതത്തിൽ അച്ഛനും അമ്മയുടെയും പ്രസൻസ് ഇല്ലാത്ത, സാന്നിധ്യം ഇല്ലാത്ത ആ ഭർത്താവിൻ്റെ വീട്ടിൽ ചില കല്ലുകടികളോ ഭർത്താവിൻ്റെ അടുത്തു നിന്നുള്ള പിണക്കങ്ങളൊക്കെ വരുമ്പോൾ ശ്വാസം മുട്ടിയിരുന്നൊരു സന്ദർഭം ആ കുട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ വയ്യായ വരുമ്പോൾ എനിക്ക് അവരെ കാണണം എന്നൊക്കെയുള്ള ആ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അവരുടെ വില മനസ്സിലാക്കുകയാണ്. ജീവിതം ചെറുതാണ്, ഒരു ശ്വാസത്തിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല. അപ്പോൾ നാളെ ആ അമ്മയ്ക്ക് വയ്യായി വരുമ്പോൾ, അച്ഛന് വയ്യായ എന്നൊക്കെ അറിയുമ്പോൾ, ചെറിയ അനിയത്തിക്കുട്ടിക്ക് വയ്യായ എന്നൊക്കെ അറിയുമ്പോൾ മനസ്സ് നീറിപ്പുകഞ്ഞ് അങ്ങോട്ട് പോവാൻ പറ്റാതെ, ഇത് ഇവിടെ ആരോടും പറയാൻ പറ്റാതെ ഒക്കെ ഉണ്ടായ സന്ദർഭങ്ങൾ ആ കുട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്വമായിട്ടുള്ള തീരുമാനം, ഇതിലെനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല, എൻ്റെ ഭർത്താവിൻ്റെ സമ്മതമുണ്ട്, തീർച്ചയായിട്ടും അച്ചാച്ചൻ്റെ മരണത്തിൽ ഞങ്ങൾ രണ്ടാളും പങ്കെടുക്കുന്നു. അതുവഴി എൻ്റെ മനസ്സിന്, അതായത് ആ കുട്ടിക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ഇനി അവൾക്ക് അവിടെ നിൽക്കുമ്പോൾ ഫ്രീ മൈൻഡോടുകൂടി നിൽക്കാം. അവളുടെ ഭർത്താവിനോട് അവൾക്ക് ദേഷ്യപ്പെടേണ്ടി വരില്ല. അവൾ അനുഭവിക്കുന്ന ഇത്ര നാളത്തെ ഡിപ്രഷൻ അവളിൽ നിന്ന് ഇല്ലാതെയായിരിക്കുന്നു. ഒരു കയ്യകലെ അവൾക്ക് എന്ത് വിഷമം വന്നാലും അച്ഛനും അമ്മയും എന്താ അവിടെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് മതി ആ കുട്ടിയുടെ ജീവിതം പൂർണ്ണമാവാൻ. അപ്പോൾ ആ അച്ഛനും അമ്മയും അവർ പല സന്ദർഭങ്ങളിലും, രണ്ടാമത്തെ മകളും വേറൊരാളുടെ ആ നിശ്ചയിച്ചുറപ്പിച്ച ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ട മാതാപിതാക്കളാണ്, ഞങ്ങൾക്ക് മക്കളെ വളർത്താൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞവർ വളരെ സങ്കടത്തോട് കൂടിയിട്ട് യൂട്യൂബ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവർ പരാജയപ്പെട്ടവരല്ല. അവർ കൊടുത്ത ആ സ്നേഹം, ആ 4 മക്കൾക്ക് ഉപാധികളില്ലാതെ കൊടുത്ത സ്നേഹം തന്നെയാണ് അവരിലേക്ക് തിരിച്ചെത്തണമെന്ന് ആ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡിഗ്രി പഠിക്കണം, ഇന്നതുണ്ടാവണം, ഇന്നത് വേണമെന്ന് കർശനമായ നിലപാടുകളൊന്നുമില്ല. ആ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ബോണ്ടിങ്ങാണ് അവരുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. അത് കണ്ട് വളരുന്ന ഈ 4 മക്കൾക്ക്, പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഫോർമലായിട്ട് പറഞ്ഞാലും ഇവരുടെ ജീവിതവും ഭംഗിയാക്കുന്നുണ്ട്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ മാതൃക അവരടി വയ്ക്കുന്നുണ്ടാവും, വഴക്ക് കൂടുന്നുണ്ടാവും. എങ്കിലും അവരുടെ ആ പരസ്പരമുള്ള ബോണ്ടിങ് അത് മക്കൾക്ക് പുറത്തു നിന്ന് കാണുമ്പോൾ അവരുടെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിലും അത് പകർത്താനുള്ള, അതുവഴി അവരുടെ ജീവിതം, ഇപ്പോൾ ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെട്ടാലും സാരമില്ല, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, പരസ്പരം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമ, അതിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ പാഠം കിട്ടുന്നത് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതാണ് ഈ കുട്ടി ആ മരണം കേട്ട ഉടനെ വേറെ ഒന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ എല്ലാ ബന്ധുക്കൾക്കും വിളിച്ച് ചോദിച്ച് ഞാൻ പോട്ടെ, ഞങ്ങൾ പോട്ടെ, ഞങ്ങളിത് ഇങ്ങനെ അവളുടെ അച്ചാച്ചൻ മരിച്ചിട്ടുണ്ട്, ഞങ്ങൾ പോട്ടെ എന്ന് ആ ഭർത്താവും കാത്തു നിൽക്കുന്നില്ല. അയാളുടെയും വ്യക്തിത്വം, ഭാര്യ വീട്ടിൽ തൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ സാന്നിധ്യം ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി, ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ വെച്ച് കാണാം. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അച്ഛൻ ചോദിച്ചു എന്നിരിക്കും, അമ്മ ചോദ്യം ചെയ്തു എന്നിരിക്കും, ബന്ധുക്കൾ ചോദ്യം ചെയ്തു എന്നിരിക്കും. അതിനൊക്കെ ഒരു മറുപടി അവരുടെ കയ്യിലുണ്ട്. കാരണം അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. മാക്സിമം പോയാൽ നിങ്ങൾ രണ്ടാളും ഇനി ഇവിടെ താമസിക്കേണ്ടെന്ന് പറഞ്ഞാലും വേറൊരു വീടെടുത്ത് മാറി
കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം, രണ്ടുപേർക്കും പക്വത. നമ്മൾ ചെറിയ പ്രായത്തിൽ 20-26 വയസ്സായ രണ്ടുപേരിൽ നിന്ന് ഉള്ള ആ ഒരു പക്വതയേക്കാൾ കൂടുതൽ ലോകപരിചയമുള്ള രണ്ടുപേര്. ശരിക്കും പറഞ്ഞ ഒരു ഐഡിയൽ കപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിദ്യാഭ്യാസം, ജോലി ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നുമില്ല. അവർ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിലും ലോകത്തിലും ആ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടി പഠിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് അവൾ എന്ത് സാരാംശം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അവളുടെ ജീവിതത്തിലൂടെ ഭംഗിയായിട്ട് പകർത്തിക്കൊണ്ടു പോകുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.